നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. UDF സർക്കാർ അധികാരത്തിലേറിയപ്പോൾ ഏറെ ആത്മാഭിമാനത്തോടെ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് സ്ത്രീകൾക്കായിട്ടുള്ള സൗജന്യ യാത്ര പ്രിയദർശിനി. പക്ഷേ ഇത് മറ്റൊരു വലിയ വിഭാഗത്തിന്റെ വയത്തട്ട് അടിച്ചുകൊണ്ടാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കിയതെന്നും ഈ പദ്ധതി മുഖാന്തരം വലിയ പ്രതിസന്ധികൾ സർക്കാരിനുണ്ടായിട്ടുണ്ട് എന്നുള്ള സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. തുടക്കത്തിൽ പദ്ധതി നടപ്പിലാക്കിയതിനു ശേഷം വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പദ്ധതി ഇത് നടപ്പിലാക്കി എന്ന് കാണിക്കാൻ വേണ്ടി 1-2 മാസം ഓടും. അതിനുശേഷം ഇത് പഴയ ഗതിയിലാകുമെന്നും കേരളത്തിന്റെ KSRTCക്ക് ഈ പറയുന്നത് പോലെ ഒരു സൗജന്യ യാത്ര നൽകാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ല ഇപ്പോൾ സാമ്പത്തിക മേഖലയുള്ളത് എന്നതടക്കമുള്ള വിമർശനങ്ങൾ പലതരത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം ഇത്തരം വിമർശനങ്ങളൊക്കെ സാധ്യമാകാൻ പോകുന്ന തരത്തിൽ പ്രിയദർശിനി ഇനി തുടരുമോ എന്നുള്ള ആശങ്കകളുള്ള തരത്തിലാണ് ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. സ്വകാര്യ ബസ് മേഖലയിലടക്കം വലിയ പ്രതിസന്ധികൾ രൂക്ഷമാകുന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോഴാണ് ഇത്തരം ആശങ്ക. ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ആരംഭിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ബസ് ഉടമകൾ. അതായത് സ്വകാര്യ ബസ് ഉടമകൾ ഇനി വലിയ സമരങ്ങളിലേക്ക് കടക്കുന്നു. വരുമാനം കുറഞ്ഞതോടെ പാലക്കാട് സ്വകാര്യ ബസ് തൊഴിലാളികളുടെ വേതനം ഗണ്യമായി കുറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞു. ഡ്രൈവർക്കും കണ്ടക്ടർമാർക്കും വേണ്ടി മാത്രം വേതനം 600 രൂപ മാത്രമാക്കിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇതോടെ തൊഴിലാളികൾ പ്രതിഷേധത്തിലേക്ക് എത്തുകയാണ്. ഗൗരവം അറിയാമെന്നും പ്രശ്നം പരിഹരിക്കുമെന്നുമാണ് ഈ വിഷയത്തിൽ ഗതാഗത മന്ത്രി CP ജോൺ പ്രതികരിക്കുന്നത്. സ്വകാര്യ ബസ്സുകൾ പുതിയ വരുമാന സ്രോതസ് നോക്കണമെന്നും KSRTC പരസ്യം ചെയ്യുന്നത് പോലെ അവർക്കും പരസ്യം നൽകാമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡ്രൈവർമാർക്ക് 1200 കിട്ടിയിരുന്നിടത്താണ് ഇപ്പോൾ 600 രൂപ മാത്രമായി കിട്ടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ബസ്സിലെ കളക്ഷൻ കുറഞ്ഞതോടെ വേതനം കുറച്ചത് വലിയ രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചുവെന്ന് ബസ് സർവീസ് നടത്തുന്ന തൊഴിലാളികൾ പറയുന്നു. വലിയ പ്രതിസന്ധി രൂക്ഷമായതോടെ തൊഴിലാളികളുടെ വേതനം വെട്ടിക്കുറച്ച ഈ ബസ് ഉടമകളുടെ നടപടികൾക്കെതിരെയാണ് ഇപ്പോൾ സ്വകാര്യ ബസ് തൊഴിലാളികൾ പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയിരിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ജൂലൈ 20 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരം തുടങ്ങും എന്നുള്ളത് ഏകദേശം സ്ഥിരീകരണമായിരിക്കുകയാണ്. KSRTCയിലെ സൗജന്യ യാത്രയെ തുടർന്ന് സർവീസുകൾ നടപ്പിലായ സാഹചര്യത്തിലാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സമരത്തിലേക്ക് കടക്കാൻ പോകുന്നത്. സ്വകാര്യ ബസ് പ്രതിസന്ധിയുടെ ഗൗരവം അറിയാമെന്ന് മന്ത്രി CP ജോൺ വ്യക്തമാക്കിയതെങ്കിലും ഇതിന് കൃത്യമായ നടപടികൾ വേണമെന്നതാണ് ഇവരുടെ ആവശ്യം. നികുതി 59% കുറച്ചെന്നും പ്രശ്നം പരിഹരിക്കുമെന്നാണ് നിലവിൽ ഈ വിഷയത്തിൽ മന്ത്രി നിയമസഭയിൽ പറഞ്ഞിരുന്നത്. സ്വകാര്യ ബസ്സുകൾ പുതിയ വരുമാന സ്രോതസ് നോക്കണമെന്നും KSRTC പരസ്യം ചെയ്യുന്നത് പോലുള്ള വരുമാന സ്രോതസ്സുകൾ അവർക്ക് സഹായമാകുമെന്നുമായിരുന്നു മന്ത്രിയുടെ ന്യായീകരണം. സ്വകാര്യ ബസ്സുകൾ ഓട്ടം നിർത്തരുതെന്നും മന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. സമരങ്ങളോട് ചിലർ കാണിക്കുന്നത് പോലെ അലർജി ഇല്ലെന്നും വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സ്വകാര്യ ബസ് ഉടമകൾക്ക് ടാക്സ് കുറച്ച് കൊടുക്കുന്നത് അവർക്ക് സഹായമാകാനാണ് സാധ്യത എന്നും വിലയിരുത്തലുണ്ട്. സ്വകാര്യ ബസ്സും KSRTC ഓർഡിനറിയും ഒരുമിച്ചോടുന്ന സ്ഥലങ്ങളിലാണ് പ്രശ്നമെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിനുള്ള നടപടി പരിഹാരങ്ങളും പരിശോധിച്ച് നടപ്പിലാക്കുമെന്നാണ് CP ജോൺ അറിയിക്കുന്നത്. അതേസമയം കോഴിക്കോട്ടെ സ്വകാര്യ ബസ് ഉടമകൾ നിരാഹാര സമരത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിച്ചു. ജൂലൈ 2 മുതൽ പ്രതിഷേധ സൂചകമായി കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്നാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത്. സ്വകാര്യ ബസ് മേഖല വൻ പ്രതിസന്ധിയിലാണെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര വന്നതോടെ സ്വകാര്യ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സാഹചര്യമാണെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. ദിവസം 3000 മുതൽ 4000 രൂപ വരെ വരുമാനത്തിൽ കുറവുകൾ വന്നിരിക്കുകയാണ്. ഇതിനൊപ്പം ഇന്ധനവില വർധനവ് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നതെന്നാണ് അവർ പറയുന്നത്. ഡീസലിന് സബ്സിഡി അനുവദിക്കണം, വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 2 കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ നിരാഹാര സമരം നടത്തുമെന്നാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചിരിക്കുന്നത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്വകാര്യ ബസ് സർവീസ് നടത്തുന്ന വയനാട് ജില്ലയിലുള്ള സർവീസ് മുതൽ കോഴിക്കോട് കുറ്റ്യാടി, കുന്നമംഗലം, താമരശ്ശേരി, മുക്കം, മാവൂർ, വടകര, കൊയിലാണ്ടി റൂട്ടുകളിലാണ് ഇത്തരത്തിൽ വലിയ നഷ്ടങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. 1200ഓളം സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തുന്ന ജില്ലയിൽ വൈകാതെ ഓട്ടം നിന്നു പോകും എന്നുള്ള നിലയിലാണ് കോഴിക്കോട്ടെ ബസ് ഉടമകൾ. ഇതേ സ്ഥിതി തന്നെയാണ് മറ്റ് പല ജില്ലകളിലും ഉള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇതിനൊരു പരിഹാരം കണ്ടെത്തുക അനിവാര്യം തന്നെയാണ്.